വിസി നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീം കോടതി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരെ സുപ്രീം കോടതി നിയമിക്കുമെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനായി ഓരോ പേരുകൾ ഗവർണറും സംസ്ഥാന സർക്കാരും സീൽ വെച്ച കവറിൽ അടുത്ത ബുധനാഴ്ചയ്ക്ക് മുൻപ് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഓരോ പദവിക്കും അനുയോജ്യമായ നിലയിൽ പെരുമാറാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത്രേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നുള്ളൂ. രണ്ട് പേരുകളാണ് രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും പാനലിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരായിരിക്കും ഏറ്റവും മികച്ചത്. അപ്പൊ അതുകൊണ്ട് അവരെ ആണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വളരെ ദുർബലമായൊരു വാദമാണ്. കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടുള്ളയാൾ, റാങ്കിൽ ഒന്നാമതായി വന്നിട്ടുള്ളയാൾ KTUവിൽ അപേക്ഷിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സുപ്രധാന നീക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഗവർണറെ സംബന്ധിച്ചും കനത്ത തിരിച്ചടി തന്നെയാണ്. അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വിസിമാരെ നേരിട്ട് സുപ്രീം കോടതി ഇനി നിയമിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ സുപ്രീം കോടതി ഒരു സമവായത്തിലെത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇരു കൂട്ടരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു സമവായത്തിലെത്തണം, അതല്ല എങ്കിൽ നേരിട്ട് നിയമനം സുപ്രീം കോടതി തന്നെ നടത്തുമെന്ന് അന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ആ ഒരു തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. അതായത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ ഗവർണർക്കും ഓരോ പേര് വീതം ഈ അതാത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് നൽകാം, അതിന്റെ വിസിമാരായി നൽകാം എന്നുള്ളത് തന്നെയാണ്. അതും അടുത്ത ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പേര് വിവരങ്ങൾ സീൽ വെച്ച കവറിൽ സുപ്രീം കോടതിക്ക് കൈമാറണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രണ്ടംഗ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജസ്റ്റിസ് സുധാംശു ലൂതിയെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആരാണ് അടുത്ത സാങ്കേതിക അല്ലെങ്കിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ വിസിമാർ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് ലൂതിയ ആയിരിക്കുമെന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ബുധനാഴ്ച മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പേര് വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് ക്രോഡീകരിച്ച് അതിൽ നിന്ന് സാങ്കേതിക സർവകലാശാലയിലെ ഒരാളെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഒരാളെയും നിയമിക്കുന്ന നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കുകയും ചെയ്യും. അടുത്ത വ്യാഴാഴ്ചയാണ് വീണ്ടും ഈ കേസ് പരിഗണനയിലേക്ക് വരിക. അന്ന് തന്നെ ഈ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിനോട് ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും, അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് മന്ത്രി ആർ ബിന്ദുവും പി രാജീവും വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആരുടെ പേരുകളായിരിക്കാം ഇരു കൂട്ടരും നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ രണ്ട് പേരുകളായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ ഒന്ന് ഈ ഇത്തരത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിലേക്കും സാങ്കേതിക സർവകലാശാലയിലേക്കും എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട പേരുകൾ എന്ന് പറയുന്ന ഒന്ന് ഡോക്ടർ സജി ഗോപിനാഥിന്റെയും ഒപ്പം തന്നെ സതീഷ് കുമാറിന്റെയും പേരുകളായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. അതേസമയം ഗവർണറെ സംബന്ധിച്ച് ഡോക്ടർ സിസ തോമസിന്റെയും ഒപ്പം തന്നെ പ്രിയ ചന്ദ്രന്റെയും പേരായിരുന്നു ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേരുകൾ തന്നെ ആയിരിക്കുമോ ഇരു കൂട്ടരും ഈ സീൽ വെച്ച കവറിൽ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗവർണർ അടക്കം നേരത്തെ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതായത് ഈ സാങ്കേതിക സർവകലാശാലയിൽ തന്നെ ക്രമക്കേട് നടത്തി എന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ് ഈ സജി ഗോപിനാഥ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ക്രമക്കേട് നടത്തിയ ഒരാളെ ഒരു തരത്തിലും വിസി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യവാങ്മൂലം അടക്കം നേരത്തെ ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പേരുകളിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഇതേ പേരുകൾ തന്നെ ആയിരിക്കുമോ മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേസിനി വീണ്ടും വ്യാഴാഴ്ചയാണ് കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും വരിക. അന്ന് തന്നെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.